പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ PUSA on any of your streaming device or any smart television. സ്റ്റാഫോർഡിലെ ഹ്യൂസ്റ്റൺ ബാഡ്മിന്റൺ സെന്ററിൽ ഏപ്രിൽ 13-14 വാരാന്ത്യങ്ങളിൽ സെയിന്റ് പോൾസ് ആൻഡ് സെയിന്റ് പീറ്റേഴ്സ് ചർച്ച് സംഘടിപ്പിച്ച ആദ്യ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിജയകരമായി പൂർത്തിയാക്കി. 4 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 32 ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങൾ കാണുന്നതിനായി 300-ലധികം കാണികൾ പങ്കെടുത്തു. റവറൻ ഐസക് പ്രകാശിന്റെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച ടൂർണമെന്റ് സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ, പുരുഷന്മാർ, സ്ത്രീകൾ, അണ്ടർ 14 ആൺകുട്ടികൾ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ടീമുകൾ മത്സരിച്ചു. അണ്ടർ 14 വിഭാഗത്തിൽ യുവ ഷട്ടർമാരായ ഐസക്കും മാത്യുവും ഉൾപ്പെട്ട ടീം പപ്പടം വിന്നേഴ്സ് ട്രോഫി സ്വന്തമാക്കിയപ്പോൾ ഇമ്മാനുവലും ഫിലിപ്പും അടങ്ങുന്ന മല്ലു ബ്രോസ് റണ്ണറപ്പ് സ്ഥാനം നേടി. ഇമ്മാനുവൽ ടൂർണമെന്റിലെ റൈസിംഗ് സ്റ്റാറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ വിഭാഗത്തിൽ പെർലാൻഡ് മല്ലു ബ്ലാസ്റ്റേഴ്സും താരങ്ങളായ അലീഷയും ഡയോണയും 1-ാം സ്ഥാനത്തെത്തി. അവരുടെ ശ്രദ്ധേയമായ ടീം വർക്കും തന്ത്രവും അവരുടെ എതിരാളികളായ ശീതളും ഡാൻഡിയും അടങ്ങുന്ന വണ്ടർ വിമൺ എന്ന റണ്ണറപ്പ് ടീമിനെതിരെ അവരെ വിജയത്തിലേക്ക് നയിച്ചു. കോർട്ടിലെ അവളുടെ ആധിപത്യ സാന്നിധ്യത്തെ അടിവരയിട്ട് ഈ വിഭാഗത്തിലെ മികച്ച കളിക്കാരി എന്ന ബഹുമതിയും അലീഷയ്ക്ക് ലഭിച്ചു. 50 ആൻഡ് ഓവർ വിഭാഗത്തിൽ സാവിയോയും വിനുവും പ്രതിനിധീകരിച്ച ഹാരിക്കെയിൻ വിജയികളായി. ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ച അലക്സും ജോർജും ചേർന്ന് രൂപീകരിച്ച ഹിറ്റ്മാൻ ജോഡിയാണ് റണ്ണറപ്പ് സ്ഥാനം നേടിയത്. ഓപ്പൺ വിഭാഗത്തിൽ ക്ലെമന്റും നജാഫും അടങ്ങുന്ന ഡാളസ് മച്ചാൻസ് വിജയികളായി. മലങ്കര വാരിയേഴ്സിലെ അജയ്, ജോജി എന്നിവർ റണ്ണറപ്പ് കിരീടം നേടുകയും ചെയ്തു. ടൂർണമെന്റിലുടനീളം തന്റെ മികച്ച പ്രകടനത്തിന് വിഭാഗത്തിലെ മികച്ച കളിക്കാരനായി ക്ലെമന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. സെയിന്റ് പോൾസ് ആൻഡ് സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ബാഡ്മിന്റൺ ടൂർണമെന്റ് അമച്വർ ബാഡ്മിന്റൺ പ്രേമികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി മാത്രമല്ല, കായികക്ഷമതയുടെയും സൗഹൃദത്തിന്റെയും ആഘോഷങ്ങളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ ഇടവക പരിപൂർണമായി വിജയിച്ചു. പ്രഥമ ടൂർണമെന്റ് വിജയകരമായതോടെ ഇടവക കൂടുതൽ പങ്കാളിത്തവും മത്സരങ്ങളുമുള്ള അടുത്ത വർഷത്തെ ടൂർണമെന്റിനായുള്ള ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@maliali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.